ഇത് ജാമ്പവാന്റെ കാലത്തുള്ള കാറുകളാണ്. ഹലോ ഗൈസ്, ഈ സൻഷാദോറ. അപ്പൊ നമ്മളിതാ ക്ലാസ്സിൽ നിന്ന് ടൂർ പോവുകയാണ്. നമ്മൾ എവിടേക്കാണ് പോകുന്നത്? നമ്മൾ പോകുന്നത് മൈസൂർ, ബേലൂർ, ചിക്മംഗ്ലൂർ. നമ്മൾ ഇവിടേക്കാണ് പോകുന്നത്. ക്ലാസ്സിലുള്ള എല്ലാരും ഉണ്ട്. അപ്പൊ നമുക്ക് പോകുന്ന വിശേഷത്തിലൂടെ കാണാം. ആണ് നമ്മളെ ടൂറിസ്റ്റ് ബസ്. ഇതിലാണ് നമ്മളിതാ പോകുന്നത്. എല്ലാരും ഉണ്ട്. ടോപ്പ് ബസ്സാണ്. നമ്മൾ തിരിക്കണ എങ്ങനെ മിനിക്കിന്റെ പെയിന്റ് ക്വാളിറ്റി. മിനിക്കിലാണ് നമ്മൾ പുറപ്പെടുന്നത്. വണ്ടിയുടെ ഡിക്കി തുറക്കാണ്. അപ്പൊ ഡിക്കി തുറന്നിട്ട് ഡിക്കിക്കകത്ത് ബാഗ് വെക്കണം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ അത് തന്നെ ഗായ്സ്, ലഗേജ് എല്ലാം കയറ്റിയാണ്. ബ്രോ എക്സൈറ്റഡ് ആവും? ബ്രോ എക്സൈറ്റഡ് അല്ല ഗായ്സ്. അപ്പൊ നമ്മളിതാ ഇങ്ങനെ ബസ്സിൽ കയറാൻ പോവുകയാണ്. നിമി ഒന്ന് മാറണം. എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയില്ല. ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ എൻജോയ് ചെയ്യാൻ പോവുകയാണ്. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ട്രിപ്പ് 2:30 ശേഷമാണ് സ്റ്റാർട്ട് ചെയ്തത്. കയറിയിരുന്ന് ആദ്യം മരണ വീട്ടിൽ പോകും പോലെയായിരുന്നു നമ്മളെല്ലാരും പൊക്കോണ്ടിരുന്നത്. ഇങ്ങനെ പോയാൽ ഇങ്ങനെ തന്നെ പോവാന്നായിരുന്നു നമ്മൾ വിചാരിച്ചിരുന്നത്. അപ്പോഴായിരുന്നു അഫീഫിന്റെ വരവ്. അഫീഫ് ഇറങ്ങുന്നത് കണ്ടപ്പോൾ ഞാനും ഇറങ്ങി. അവസാനം എല്ലാരും ഇറങ്ങി. ഇപ്പതാ എല്ലാരും കിടന്ന് ഡാൻസ് കളിക്കുക. ആ ഒരു ദിവസം ഞാൻ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കി. ഞാൻ ഇൻട്രോവേർട്ട് എന്ന് വിചാരിച്ചിരുന്ന ആൾക്കാരൊന്നും ഇൻട്രോവേർട്ട് അല്ലായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ക്ലാസ്സിൽ കുറച്ച് പാവം പിള്ളേരുണ്ട്. അതായത് ആരോടും സംസാരിക്കാതെ പാവം പോലെ ഇരിക്കും. നമ്മൾ എന്ത് ചളി അടിച്ചാലും അത് കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കും. ഡ്രൈവർ ചേട്ടൻ വേൽമുരുക പാട്ടിട്ടത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ നടന്നത് ചളി. അപ്പൊ നമ്മളിതാ എവിടെയാ? അത് ഇതിപ്പോ എവിടാ സ്ഥലം എവിടെ? ടീച്ചർ ഇത് സ്ഥലം എവിടെ? ഗായ്സ്, ഇപ്പൊ നമ്മൾ എവിടെയോ ഏതോ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പൊ നമ്മള് തേയിലയാണോ കുടിക്കുന്നത്? സുമിനെ തേയിലയാണ് കുടിക്കുന്നത്. ഞാൻ ചായയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അഫീഫ് എന്താ കുടിക്കുന്നത്? ഇവിടെ എന്താണ് ബിസിനസ്? അതല്ല, നീ പറയൂ, നീ എന്താ കുടിക്കുന്നത്? ഞാൻ അഫീഫ് ലൈമാണ് കുടിക്കുന്നത്. പൈനാപ്പിൾ ലൈമാണ് കുടിക്കുന്നത്. അത്ര തന്നെ. ഇതാണ് അഖില. അഖില എന്താണ് പറഞ്ഞത്? ചായയാണോ കോഫിയാണോ? അഖില ബ്ലാക്ക് കോഫിയാണ് കുടിക്കുന്നത്. അഖില എക്സൈറ്റഡ് ആണോ? അതെ, അഖില എക്സൈറ്റഡ് ആണെന്നാണ് പറയുന്നത്. മുട്ട എന്താ പറയാനുള്ള അജീഷെ? ട്രിപ്പ് പൊളിക്കും. അടിപൊളിയായിട്ട് കുറിച്ചിരിക്കുന്നു. നീ എക്സൈറ്റഡ് ആണോ? വളരെ വളരെ എക്സൈറ്റഡ് ആണ്. അരീഷ് എക്സൈറ്റഡ് ആണെന്നാണ് പറയുന്നത്. എല്ലാരും എക്സൈറ്റഡ് ആണ്. എന്താ പറയാനുള്ള മുട്ടേ? ഞാൻ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞില്ല. മുത്തേ എല്ലാം പറ. നീ എക്സൈറ്റഡ് ആണോ? എക്സൈറ്റഡ് ആണ്. അഖില എക്സൈറ്റഡ് അല്ല, അനഘ എക്സൈറ്റഡ്. സോറി, എല്ലാവരും എക്സൈറ്റഡ് ആണ്. അപ്പൊ ഞാനും എക്സൈറ്റഡ് ആണ്. എനിക്ക് ആദ്യം എക്സൈറ്റഡ് ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പൊ എക്സൈറ്റഡ് ആണ്. ചായ കെട്ട ചായ മുതലായില്ല. അതെ. നീ ആശി എക്സൈറ്റഡ് ആണോ? എക്സൈറ്റഡ് ആവാനോ? അല്ല, എക്സൈറ്റഡ് ആണോ? എക്സൈറ്റഡ് അല്ലായിരുന്നു. ഇപ്പൊ എന്താ കുടിക്കണേ? വെള്ളം. ഇത് വെള്ളമാണോ? അല്ല, ചായ. ശരി. എന്നാ ഇവള് കൂട്ടത്തിലെ ഒരു ഐഡി പെണ്ണാണ് രാശി. നിനക്കോ ഇപ്പൊ വിഴുവായിരുന്നോ? ചായ ഇപ്പൊ പോയാലും ഇങ്ങനെ അടിക്കൂ? 1 മീറ്റർ പിന്നു. ശരിയെന്ന്. അയ്യോ, ഗൗരി ഇല്ലാതെ എന്ത് വ്ളോഗ്? അവന്റെ ഫോൺ വാങ്ങിയിട്ട് അവന്റെ ഞാൻ വ്ളോഗ് എടുത്തിട്ട. ഗൗരി എന്താ? ഗൗരി കൂട്ടത്തില് അവനാണ് ഓണെന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ ഡാൻസ് ഒന്നും കളിച്ചില്ല. ഓണാണ് ഡാൻസ് ആയിരുന്നു. എക്സൈറ്റഡ് ആണോ? എന്താ ലാസ്റ്റ് ട്രിപ്പ് അല്ലേ? അപ്പൊ എക്സൈറ്റഡ് ആണല്ലോ. അതെ, നമ്മുടെ അച്ഛനെ എക്സൈറ്റഡ് ആണ്. അപ്പൊ അത് തന്നെ. ഇതാണ് നമ്മുടെ നമ്മൾ ടൂറിലാണ്. നമ്മൾ ടൂറിലാണ്. നീ എക്സൈറ്റഡ് ആണ്? ഭയങ്കര ഛർദിലാണ് ഗായ്സ്, അതുകൊണ്ടാണ് പറഞ്ഞത്. നമ്മുടെ കൂട്ടത്തിൽ കുറെ പേർക്ക് ട്രിപ്പിന് വരുമ്പോൾ ഭയങ്കര ഛർദിലൊക്കെയാണ്. അതുകൊണ്ട് കുറെ പേർക്കൊന്നും അധികം ആസ്വദിക്കാൻ പറ്റില്ല. അത് തന്നെ പോകുമ്പോൾ കാണാം. ഏകദേശം ഒരു 10-12 മണിക്കൂർ ഉണ്ടായിരുന്നു യാത്ര. നമ്മൾ ആദ്യം എത്തേണ്ട സ്ഥലം മൈസൂരാണ്. എനിക്കാണെങ്കിൽ മര്യാദയ്ക്ക് ഉറങ്ങാനും പറ്റിയില്ല. കാരണം ഇന്നലെ എല്ലാവരും കൂടെ ഇരുന്ന് പ്രേതകഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം എനിക്ക് മര്യാദയ്ക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. ബാക്കി എല്ലാവരും സുഖം ഉറക്കമായിരുന്നു. ഒരു 6-7 മണിയൊക്കെ ആയപ്പോൾ നല്ല തണുപ്പടിച്ച് തുടങ്ങി. എല്ലാവരും ഉറങ്ങിക്കിടന്ന ടൈമിൽ ഞാൻ പിന്നെ വീഡിയോ എടുത്തു. നല്ല രസമായിരുന്നു എല്ലാവരും ഉറങ്ങുന്നത് കാണാൻ. ഞാൻ ഉറങ്ങി വന്നതായിരുന്നു. പെട്ടെന്നൊരു മാക്രി കരയുന്ന ശബ്ദം. ഞാനും ഗൗരിയും പെട്ടെന്ന് ഞെട്ടി എണീറ്റു. നമ്മൾ എന്താണെന്ന് നോക്കിയപ്പോൾ നമ്മൾ തൊട്ട് ഫ്രണ്ടിൽ നിമിഷമായിരുന്നു പാട്ട് പാടുകയായിരുന്നു. നമ്മളത് പിന്നെ നിർത്താനൊന്നും പറഞ്ഞില്ല. നമ്മൾ ആരെയും തളർത്താൻ പാടില്ലല്ലോ. കുറച്ച് കഴിഞ്ഞ് അവളെ പാട്ടായിട്ട് ബാക്കിയുള്ളവർ എണീറ്റു. അപ്പൊ ഗായ്സ്, നമ്മളിതാ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഗ്രീൻ ഫിൻസ് റിസോർട്ട് എന്ന് പറഞ്ഞ റിസോർട്ടിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ അങ്ങോട്ട് കയറാൻ പോവുകയാണ്. കയറാൻ പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്.
ഗായ്സ് നമ്മൾ റൂമിൽ കയറിയിട്ടുണ്ട്. ഇതാണ് റൂം. എന്നിട്ട് ഞാൻ റൂം കാണിച്ചു തരാം വ്യക്തമായിട്ട്. അപ്പൊ നമുക്ക് 1 മണിക്കൂർ ടൈമേ ഉള്ളൂ. അപ്പൊ 1 മണിക്കൂറിനകത്ത് നമുക്ക് ഇറങ്ങണം. അപ്പൊ ഇറങ്ങിയിട്ട് കാണാം. റൂമിൽ നിന്ന് ഇറങ്ങിയതായി നമ്മളെ കഴിക്കാൻ വന്നു. അവിടുന്ന് കഴിച്ചിട്ടായിരിക്കും ബാക്കി പരിപാടി. അതെ അതെ. അപ്പൊ കഴിച്ച് തീർന്നിട്ടുണ്ട്. നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. ഗായ്സ് നമ്മളിപ്പോ ഉള്ളത് ബയാന ടയർ കമ്പനിയിലാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫേമസ് ആയ ടയർ കമ്പനിയാണ്. നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നിങ്ങളൊന്ന് കണ്ടോളൂ. ഇത് കണ്ടില്ലേ? ഏകദേശം ടയർ പോലെയാണ് ഇതിന്റെ ആകൃതി. നീ പറയൂ, കണ്ടന്റ്. ഇത് ഏത് ടയറാണ്? ഇത് വണ്ടിയുടെ ടയറല്ല. ഇത് മിക്കാലും കാറിന്റെ ടയറായിരുന്നു. അല്ല, കാളവണ്ടിയിലെ പൊട്ടന്മാരാണോ നമ്മൾ? ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ കൊള്ളാം ഗായ്സ്. ഇവിടെ കുറെ ചെടിയൊക്കെ ഉണ്ട്. അപ്പൊ മുത്തേ, ഇവിടെ വന്നിട്ട് എന്താ നിനക്ക് തോന്നിയത്? ഒരു ടയർ കാർ മ്യൂസിയമാണ്. അകത്തുള്ള എന്താണെന്നൊക്കെ കാണിച്ചു തരാം. ഇത് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മളും ആദ്യമായിട്ടാണ് കാണുന്നത്. വലിയ വിന്റേജ് കാർ സെറ്റപ്പാണ്. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് കല്ലുമാണ്. നല്ല വെയിലാണെങ്കിലും തണുപ്പ് കിട്ടണം അല്ലേ? അതെ, നല്ല ഒരു തണുപ്പും ചൂടും കൂടെ കലർന്ന ഒരു ആദ്യം വന്നപ്പോ തന്നെ ഒരു കുതിര കാണിച്ചു ഉണ്ടാക്കിയ നല്ല രസമുണ്ട്. അപ്പൊ ഇത് ഞാനും അഭിമന്യും പറഞ്ഞ പോലെ ടയർ കമ്പനിയൊന്നും അല്ല ഗൈസ്. ഇതാണ് മൈസൂരിൽ പുതുതായിട്ട് ആരംഭിച്ച പയാന എന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ വിന്റേജ് കാർ കളക്ഷൻസ് ഉള്ള ഒരു മ്യൂസിയം. ഇവിടെ ഒരാൾക്ക് എൻട്രി ഫീ വരുന്നത് 50 രൂപയാണ്. മനുഷ്യന്റെ ആദ്യത്തെ മെക്കാനിക്കൽ ഇൻവെൻഷനായ ടയർ തൊട്ട് കാളവണ്ടി തൊട്ട് അങ്ങ് കാർ വരെയുള്ള എല്ലാ കളക്ഷൻസും ഇവിടെ ഉണ്ട് ഗൈസ്. പിന്നെ ഇവിടെ ഉള്ള മിക്ക കാറുകളും സെലിബ്രിറ്റീസ്, അതായത് കാറുകളുടെ സിനിമ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫോട്ടോസും അവിടെ തന്നെ ഉണ്ട്. ഇവിടെ നിങ്ങൾ ഒരു വട്ടം വന്ന കാറിന്റെ ഇവല്യൂഷൻസ് എല്ലാം നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ മൈസൂർ മഹാരാജാവ് ഉപയോഗിച്ച കാർ മുതൽ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ ഉപയോഗിച്ചിട്ടുള്ള കാറുകൾ വരെ കാണാൻ സാധിക്കും.